കടലിൽ ഇത്രയും കുഞ്ഞിച്ചാളയുണ്ട്, ഇതെന്താ വലുതാകാത്തത്? ഞാൻ 3 മാസമായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. 2-3 മാസമായി നാട്ടിലെവിടെ നോക്കിയാലും ഈ കുഞ്ഞിച്ചാളയുടെ ബഹളമാണ്. നല്ല പച്ച കുഞ്ഞിച്ചാള, പക്ഷെ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ലല്ലേ. എന്തൊക്കെ മീൻ കിട്ടിയാലും നമ്മുടെ ചാള വിട്ടൊരു കളിയില്ലല്ലേ. അപ്പോൾ എൻ്റെ ഇക്കാടെ ഉമ്മാക്കേ കുറച്ച് ചാള മുളകിട്ടത് വേണം മോനെ, ഒരുപാട് എരിവൊന്നും വേണ്ട, പുളി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലൊരു ചാള മുളകിട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് വേണ്ടി വാങ്ങിച്ച ചാളയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കോലാക്കുഞ്ഞിനും കൂടി ഉണ്ടായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ആ മീൻ എന്താ പറയുന്നത്? ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് ചതച്ച മുളക്, മഞ്ഞൾപ്പൊടിയും കൂടി മിക്സിയുടെ ചാലിട്ടൊന്ന് കിറന്നൊന്ന് കേൾപ്പിച്ചാൽ മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കുക. ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ചതച്ചെടുത്ത മസാല മിക്സ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ. ഈ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളി ഇട്ട് കൊടുക്കാം. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ശരിയാവില്ല, നമുക്കൊന്ന് പതുക്കെ ഉടഞ്ഞു പോകാതെ കയ്യിൽ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടി പറ്റി വരുമ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ നമ്മുടെ മത്തിക്കറി ഇവിടെ തയ്യാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.